പച്ചച്ചക്ക എങ്ങനെയാണ് പച്ചയായി തന്നെ വർഷം മുഴുവനും സൂക്ഷിച്ചു വെക്കുന്നതെന്ന് നോക്കാം. ചക്ക രണ്ടായി മുറിച്ച ശേഷം ഇതുപോലെ ചെറിയ പീസായി മുറിച്ചെടുക്കുക. എല്ലാ ചുളയും അടർത്തിയെടുത്ത ശേഷം ഓരോ ചുളയും അതിന്റെ ചകിണിയും കുരുവും എല്ലാം മാറ്റി വൃത്തിയാക്കി എടുക്കുക. ഇനി ഇതെല്ലാം ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാക്കി മുറിച്ചെടുക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ ചക്കയുടെ രുചി ഒട്ടും തന്നെ പോകാതെ വർഷം മുഴുവനും പച്ചച്ചക്ക കഴിക്കാം. നമ്മൾ മുഴുവൻ ചക്കയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞെടുത്ത ചക്കയിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് എല്ലാ സൈഡിലും എത്തുന്നത് പോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൂടുതൽ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചക്ക സൂക്ഷിച്ചു വെക്കാനുള്ള 3 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കുക. തിളച്ചു പോകരുത്, നല്ലതുപോലെ ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചക്കകൾ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. ഇടയ്ക്കായി ഇളക്കി കൊടുക്കണം. 2 മിനിറ്റിന് ശേഷം ഇത് കോരിയെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്ത വെള്ളത്തിൽ ഇട്ട ശേഷം നല്ല കട്ടിയായിട്ട് തന്നെയാണ് ചക്ക ഉള്ളത്. ഇത് ഒട്ടും തന്നെ വെന്തു പോകാതെ നല്ല പച്ചയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനി കോരിയെടുത്ത് ഇതിലെ വെള്ളം മുഴുവനും മാറ്റിയെടുക്കുക. കട്ടിയുള്ള ഒരു കോട്ടൺ തുണിയിൽ നിരത്തി ഇട്ട് കൊടുക്കുക. ഒന്നൊന്നേ തൊടാത്ത വിധത്തിൽ വേണം നിരത്തി കൊടുക്കാൻ. ഇതിന്റെ മുകളിലെ വെള്ളമെല്ലാം ഒന്ന് ഒപ്പി മാറ്റിയെടുക്കണം. ഫാനിന്റെ താഴെയായി വേണം ഇതിങ്ങനെ നിരത്തി കൊടുക്കാൻ. നല്ലതുപോലെ ഇതിന്റെ ഈർപ്പം മുഴുവനും മാറിക്കിട്ടണം. വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കരുത്, അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ എടുത്താൽ നല്ല പച്ച ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു സിപ്ലോ കവറിലാക്കി എടുക്കുക. കവറിന്റെ എയർ കംപ്ലീറ്റ് ആയി മാറിയതിനു ശേഷം വേണം ലോക്ക് ചെയ്തെടുക്കാൻ. ഇതിനി ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് പോകാതെ അടുത്ത സീസൺ വരെ ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ്, ഇഡലിത്തട്ടിൽ കുറച്ച് വെള്ളം വെച്ച ശേഷം തിളച്ചു വരുമ്പോൾ മുകളിലായി തട്ട് വെച്ചു കൊടുത്ത് ഉപ്പ് പുരട്ടി വെച്ച ചക്കകൾ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. 2 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. ഇത് നന്നായി തണുക്കുന്നതിന് വേണ്ടി ഫാനിന്റെ അടിയിലായി നിരത്തി വെച്ചു കൊടുക്കുക. നല്ലതുപോലെ ഡ്രൈ ആയ ശേഷം സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറിലോ എടുക്കുക. എയർ ഒട്ടും തന്നെ അകത്ത് നിൽക്കാത്ത വിധത്തിൽ വേണം അടച്ചു കൊടുക്കാൻ. ഇതും ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ച് നമുക്ക് അടുത്ത സീസൺ വരെ പച്ചയായി തന്നെ ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്തെ മെത്തേഡ്, പച്ചച്ചക്ക ഇങ്ങനെ തന്നെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇത് ആവി കയറ്റിയോ ഉപ്പ് പുരട്ടുകയോ ഒന്നും ചെയ്യാത്ത ചക്കയാണ്. ഇങ്ങനെ 1-2 മാസം വരെ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം. പക്ഷെ കറണ്ട് പോയാലോ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്നത് വീണ്ടും ഫ്രീസറിൽ വെക്കുമ്പോഴോ കേടാവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഇങ്ങനെ വെക്കാം. കൂടുതൽ ദിവസങ്ങൾ സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ ആദ്യത്തെ 2 മെത്തേഡുകളാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കൂടുതൽ ചക്ക കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്തു വെച്ചാൽ സീസൺ കഴിഞ്ഞാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വേണ്ട അളവിനനുസരിച്ച് പല ബാച്ചായി വേണം വെക്കാൻ.